പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു നല്ലൊരു എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. ഏകദേശം ഒന്നൊന്നും പറയാനില്ല, അത്യാവശ്യം ഫുള്ളായിട്ട് നല്ല എളുപ്പമുള്ള പരീക്ഷ തന്നെയായിരുന്നു ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് വായിക്കാം എഴുതാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഗണ്ണിക വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറയാണ്. അവധി ദിവസം കളിക്കാനിറങ്ങിയതായിരുന്നു ആദിത്യനും കൂട്ടുകാരും. കളിസ്ഥലത്തിനടുത്തുള്ള ചെറിയ തോടിൻ്റെ കരയിൽ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കിടക്കുന്നത് ആദിത്യൻ ശ്രദ്ധിച്ചു. അവൻ തോട്ടിലേക്ക് നോക്കി. ഒഴുകുന്ന വെള്ളത്തിനടിയിലും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും അടിഞ്ഞുകൂടിയിരിക്കുന്നു. ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷം ചെയ്യും. ശുദ്ധജലം മലിനമാകുന്നതും പക്ഷികളും മീനുകളും ഇതുമൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും മറ്റും അവൻ കൂട്ടുകാരോട് വിശദീകരിച്ചു. ആദിത്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൂട്ടുകാർക്കും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി, അല്ലെങ്കിൽ ബോധ്യമായി. എല്ലാവരും ചേർന്ന് തോടും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് അവർ ഹരിത കർമ്മസേനയെ ഏൽപ്പിച്ചു. കുട്ടികളുടെ നല്ല പ്രവൃത്തിയെ എല്ലാവരും പ്രശംസിച്ചു. കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി തോടിൻ്റെ ശുദ്ധിയും ഭംഗിയും അവർ വീണ്ടെടുത്തു. കുട്ടികൾ മാലിന്യങ്ങൾ കണ്ടത് എവിടെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇങ്ങനെയുള്ളൊരു ഖണ്ഡിക തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഉത്തരം നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു. ഒഴുകുന്ന വെള്ളത്തിനടിയിൽ എന്തെല്ലാമാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്? അഭിനന്ദിച്ചു എന്ന അർത്ഥം വരുന്ന പദം കഥയിൽ നിന്ന് കണ്ടെത്തുക, അല്ലേ? നാളെ നമ്മൾ പിന്നെ വേറൊരു വാക്കായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ അർത്ഥം എഴുതാൻ വേണ്ടി ഉണ്ടായിരുന്നു, ഇല്ലേ? അപ്പോൾ ആദിത്യൻ്റെ കഥ വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കഥയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന ഏത്? പിന്നെ ഒരു തലക്കെട്ട് എഴുതാൻ. ഇങ്ങനെ 5 ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ഒന്നാമതായിട്ട് ഉണ്ടായിരുന്നത്. 5 മാർക്കാണ് അതിന്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് അതിന് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്? പ്രവർത്തനം 1 വായിക്കാം എഴുതാം, അല്ലേ? തോടിൻ്റെ കരയിൽ ആണ് കണ്ടത്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളായിരുന്നു. പ്രശംസിച്ചു. പിന്നെ ശരി ഉത്തരം വരുന്നത് 2ഉം 4ഉമാണ് ശരി. പിന്നെ കഥയ്ക്ക് അനുയോജ്യമായ തലക്കെട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു തലക്കെട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മൾ രണ്ടാമതായിട്ടുള്ള ഇതിലേക്ക് ചിഹ്നങ്ങൾ ചേർക്കാനാണ്. താഴെ ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. മക്കളെ ക്ഷീണിച്ചു പോയോ, അതിന് ചിഹ്നങ്ങൾ ചേർക്കുക. എങ്ങനെ ചിഹ്നങ്ങൾ ചേർത്ത് നമുക്കിങ്ങനെ എഴുതാം. മക്കളെ ക്ഷീണിച്ചു പോയോ, ഈ മാമ്പഴം കഴിച്ച് എൻ്റെ തണലിൽ അല്പം വിശ്രമിച്ചോളൂ, കുട്ടികളെ ചേർത്ത് പിടിച്ച് മാവ് പറഞ്ഞു, കുട്ടികളെ ആർത്തിയോടെ മാമ്പഴം നുണഞ്ഞു, ഹായ് എന്ത് രുചി, അല്ലേ? അപ്പോൾ കുട്ടികൾ ആർത്തിയോടെ അതിന് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനൊരു എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ 3 വരികൾ കൂട്ടിച്ചേർക്കാം. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരികൾ കൂട്ടിച്ചേർക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. അത് വന്നിട്ടുണ്ട്, അല്ലേ? തോടും പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ നാട്ടിലെല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. സ്കൂളിലേക്കുള്ള വഴിയിൽ തെളിനീരൊഴുകുന്ന തോട് നോക്കി ആദിത്യനും കൂട്ടുകാരും ഉറക്കെ പാടി. ആദിത്യൻ്റെ പാട്ടിലെ ആശയം ഉൾക്കൊള്ളുന്ന കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് നിങ്ങളും പാടൂ. 6 വരിയിൽ കുറയരുത്. അപ്പോൾ ആ ഒരു കളകളം ഒഴുകും കാട്ടരുവി, മാമല പെറ്റൊരു കുഞ്ഞരുവി, മീനുകൾ പായും പാലരുവി, എന്തൊരു സുന്ദരി തേനരുവി. ഇങ്ങനെയുള്ള 4 വരിയാണ് കൊടുത്തത്. വരുവിയെ പറ്റിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളോട് ഒരു 4 വരി എഴുതാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കാം, കേട്ടോ. അത് സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ 4ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ 4A B എന്നിങ്ങനെ 2 എണ്ണം ഉണ്ട്. 1 മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്നല്ലേ. പ്രവർത്തനം 4A ഡയറി എഴുതാം. ആദിത്യൻ വളരെ സന്തോഷത്തോടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ തോടും പരിസരവും കൂട്ടുകാരോടൊത്ത് വൃത്തിയാക്കിയത് ഓർത്തപ്പോൾ അവന് അഭിമാനം തോന്നി. പതിവ് പോലെ ആദിത്യൻ ആ ദിവസത്തെ ഡയറി എഴുതി. ഈ അനുഭവങ്ങൾ നിങ്ങൾക്കായിരുന്നെങ്കിൽ എന്തെല്ലാമായിരിക്കും ഡയറിയിൽ ഉണ്ടാവുക? അങ്ങനെ ഒരു ഡയറി എഴുതാനാണ്, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതാൻ. ആദിത്യൻ പ്രകൃതിക്ക് കരുതലൊരുക്കിയത് കണ്ടില്ലേ? ആദിത്യൻ്റെ നല്ല പ്രവൃത്തികളെ സൂചിപ്പിച്ചുകൊണ്ടും അവനെ അഭിനന്ദിച്ചുകൊണ്ടും അതിൽ കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡയറി ഇങ്ങനെ എഴുതാം, അല്ലേ? സന്തോഷമായ ദിവസമായിരുന്നു. സ്കൂളിലെ കൂട്ടുകാരോടൊപ്പം തോടിൻ്റെ പരിസരം വൃത്തിയാക്കി. തോട്ടിൽ നിറയെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ചേർന്ന് അവ ശേഖരിച്ച് വേർതിരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഡയറിക്ക് ഒരു ഇതുണ്ട്, അല്ലേ? അതുപോലെ നിങ്ങൾക്ക് ഡയറി എഴുതാം. ഇനി കത്താണെങ്കിലോ, കത്ത് നമുക്കില്ലേ, പ്രതി ആദിത്യന് സുഖമാണെന്ന് കരുതുന്നു. തോടിൻ്റെ പരിസരവും വൃത്തിയാക്കാൻ നീയും കൂട്ടുകാരും നടത്തിയ പ്രവർത്തനം അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ അവ ശരിയായ രീതിയിൽ സംസ്കരിക്കണമെന്ന് നീ എല്ലാവർക്കും മാതൃകയെ കാണിച്ചു. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിൻ്റെ പ്രവർത്തനം തീർച്ചയായും അഭിനന്ദനാർഹമാണ്. ഇനിയും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഗീത, അല്ലേ? ഇങ്ങനെ എന്ത് ചെയ്യാം, ഒരു കത്ത് എഴുതാം. ഇനി അടുത്ത് സംഭാഷണമാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു സംഭാഷണം എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞു, അല്ലേ? സ്കൂളിലെത്തിയ ഹരിത കർമ്മസേനാംഗമായ ഗീതയോട് പരിസര സംരക്ഷണത്തെക്കുറിച്ചും അതേപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചൊക്കെ ആദിത്യൻ ദീർഘനേരം സംസാരിച്ചു. അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതാണ്. സംഭാഷണ രൂപത്തിൽ എഴുതാം. ആദിത്യനും ഗീതയാണ്. നമുക്ക് ചെറുതെ അവിടെ നമസ്കാരം ഗീത ചേച്ചി, നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്?
അപ്പോൾ നമസ്കാരം ആദിത്യ, മാലിന്യങ്ങളെ ലക്ഷ്യമായി വലിച്ചെറിയാതെ അവ ശേഖരിച്ച് തരംതിരിക്കണം. ആദിത്യൻ പറയുകയാണേ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഗീത പറയാണ് പ്ലാസ്റ്റിക് പ്രത്യേകം ശേഖരിച്ച് പുനരുപയോഗത്തിനും പുനഃസംസ്കരണത്തിനും നൽകണം. അപ്പോൾ ആദിത്യൻ ജൈവ മാലിന്യങ്ങൾ എന്തു ചെയ്യും? ഇപ്പം ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. പരിസര ശുചിത്വങ്ങൾ കുട്ടികൾക്ക് പങ്കാളികളാകാമല്ലോ. പരിസര ശുചിത്വത്തിലേ ആദിത്യൻ ചോദിക്കുക. അപ്പോൾ ഗീത പറയാം തീർച്ചയായും കുട്ടികൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. ആദിത്യൻ മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ എല്ലാവരെയും ബോധവൽക്കരിക്കണം. ഗീത അതെ, ശുചിത്വമുള്ള പരിസരമാണ് ആരോഗ്യമുള്ള ജീവിതത്തിന് അടിസ്ഥാനം അല്ലേ. പിന്നെ ഇനി ഗദ്യരൂപത്തിലാക്കാനാണ്. താഴെ ഒരു കവിത തന്നിട്ട് അത് ഗദ്യരൂപത്തിലാക്കാൻ വേണ്ടി പറയുകയാണ്, ആശയം ചോർന്നു പോകാതെ. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചുറകുടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ. ജാതി പാട്ടിൻ്റെ പാപം പണിപ്പെട്ടു പാടിയിടുന്നു അല്ലേ. ഇത് നമുക്ക് സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാട്ടുപക്ഷിയെക്കുറിച്ചാണ് കവിത പറയുന്നത്. ചിറകിന് പരിക്കേറ്റ പക്ഷി മഴയിൽ തകർന്ന മാമരക്കൊമ്പിൽ തനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചിറകിന് വേദനയുണ്ടായിരുന്നെങ്കിലും അത് പാട്ട് പാടാൻ ശ്രമിച്ചു. കൂട്ടിനടുത്ത് അതിന് കൂട്ടുകാരായ മറ്റു കിളികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പക്ഷി പ്രതീക്ഷ കൈവിടാതെ പാട്ട് പാടിക്കൊണ്ടിരുന്നു. പിന്നീട് അതിനെ കണ്ടുമുട്ടിയ കൊച്ചുമക്കൾ അതിനോട് സ്നേഹത്തോടെ പെരുമാറി. കവിത പക്ഷിയുടെ വേദനയും അതിൻ്റെ ജീവിതത്തോടുള്ള പ്രതീക്ഷയും മനോഹരമായി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഗദ്യരൂപത്തിലേക്കാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പൊതുവേ പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാവരും നല്ല ഉഷാറായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്ത പരീക്ഷ ഇംഗ്ലീഷാണ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഓൾറെഡി റെഡിയാണ്. അതൊക്കെ നമ്മൾ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കണ്ട് ഉഷാറായിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് ഉഷാറാക്കടാ മക്കളെ. യെസ് ഗൈസ്, അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ വേണ്ടി മറന്നുകൊണ്ടാ. ബൈ ബൈ, ടാറ്റ.